നമസ്കാരം. പ്രിയപ്പെട്ടവരെ, സ്റ്റാമ്പ് ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട കുറച്ച് അടിസ്ഥാന വിവരങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിവരങ്ങളാണ്. പരമാവധി ലളിതമായി പറയാം. ദിസ് ഈസ് ലീഗൽ പ്രിസം, ലോ മെയ്ഡ് ഈസി. ഏതൊക്കെ രേഖകൾക്കാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി ആവശ്യമായി വരുന്നത്? അത് എത്രയാണ്? എന്തുകൊണ്ടാണ് നമ്മൾ സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കേണ്ടി വരുന്നത്? ഇതിൽ ഇളവുകൾ ലഭിക്കാൻ എന്ത് ചെയ്യണം? ഇതാണ് നമ്മുടെ വിഷയം. ആദ്യം സ്റ്റാമ്പ് ആക്ടിൻ്റെ സെക്ഷൻ 34 കുറിച്ച് പറയാം. ഇവിടെ പറയുന്നത് സ്റ്റാമ്പ് ഡ്യൂട്ടി ഒടുക്കാത്ത ഒരു രേഖയും തെളിവിലെടുക്കരുത് എന്നാണ്. ആരെടുക്കരുതെന്ന് ചോദിച്ചാൽ ആ രേഖ തെളിവിലെടുക്കാൻ ബാധ്യസ്ഥനായ ഒരു അതോറിറ്റി അല്ലെങ്കിൽ പബ്ലിക് ഓഫീസർ തെളിവിലെടുക്കരുത് എന്നാണ്. ഇനി രണ്ടാമതായി നമ്മൾ പറയുന്നത് സ്റ്റാമ്പ് ഡ്യൂട്ടി നൽകിയില്ല എന്ന കാരണത്താൽ സ്വീകരിക്കാൻ പാടില്ലാത്ത രേഖകളെക്കുറിച്ചാണ്. ഇവിടെ രേഖ എന്നാണ് ഞാൻ പറഞ്ഞത്, പക്ഷേ നിയമത്തിൽ അതിനെ പറയുന്നത് ഇൻസ്ട്രുമെൻ്റ് എന്നാണ്. ഇപ്പോൾ ചെറിയ ഒരു സംശയം വരാം, എന്താണ് രേഖയും ഇൻസ്ട്രുമെൻറ്റും തമ്മിലുള്ള വ്യത്യാസമെന്ന്. രേഖ എന്ന് വെച്ചാൽ ഡോക്യുമെൻ്റാണ്, എഴുതപ്പെട്ട ഒരു വസ്തു എന്ന് പറയാം. എന്നാൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് വെച്ചാൽ അതും ഒരു രേഖയാണ്. പക്ഷേ രേഖ എന്നതിലുപരിയായി അതിന് ചില പ്രത്യേകതകളുണ്ട്. പ്രത്യേക അവകാശങ്ങളോ ബാധ്യതകളോ ക്രിയേറ്റ് ചെയ്യാൻ കഴിവുള്ള രേഖകളാണ് ഇൻസ്ട്രുമെൻറ്റുകൾ. കരണങ്ങൾ എന്നാണ് ഇത് വ്യവഹാര ഭാഷയിൽ പറയുന്നത്. ഈ കരണങ്ങളെ അവകാശങ്ങളും അതുപോലെ ബാധ്യതകളും സൃഷ്ടിക്കുന്നതിനും കൈമാറുന്നതിനും ഇല്ലാതാക്കുന്നതിനും പരിമിതപ്പെടുത്തുന്നതിനും കൂടുതൽ കാലത്തേക്ക് മാറ്റിവെക്കുന്നതിനുമൊക്കെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇവിടെ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുമ്പോൾ അതിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് വരുമോ എന്നൊരു സംശയം വരാം. ചെക്ക് പോലുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റുകൾ ശ്രദ്ധിക്കുക. ഇവിടെ പറയുന്ന ഇൻസ്ട്രുമെൻറ്റിൽ 9 ഇനം നെഗോഷ്യത പ്രമാണങ്ങൾ വരുന്നതല്ല. ഉദാഹരണമായി നമ്മൾ വണ്ടിയുടെ ഇൻഷുറൻസ് പുതുക്കുകയാണ്, അവിടെ ചില ബാധ്യതകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്റ്റാമ്പ് ആക്ട് പ്രകാരം അതിന് സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കേണ്ടതില്ല. മനസ്സിലായില്ലേ? അത്തരം 9 രേഖകളെ കരണങ്ങളായി കണക്കാക്കേണ്ടതില്ല എന്ന് പറയുന്നു. അത് ഏതൊക്കെയാണെന്ന് പെട്ടെന്ന് പറയാം. ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് ലാഡിംഗ്, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്, ട്രാൻസ്ഫർ ഓഫ് ഡിബഞ്ചേഴ്സ്, പ്രോക്സി, റെസിപ്റ്റ്, പിന്നെ നേരത്തെ പറഞ്ഞ പോളിസി ഓഫ് ഇൻഷുറൻസ്. ഈ 9 എണ്ണം എന്തല്ല? കരണമല്ല. നമ്മൾ സാധാരണ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതുന്ന കരാർ, വിലയാധാരം, പാർട്ടീഷൻ ഡീഡ്, ബോണ്ട്, സമ്മതപത്രം, പവർ ഓഫ് അറ്റോർണി, പാട്ടക്കരാർ എന്നിങ്ങനെയുള്ള രേഖകളാണ് കരണം എന്ന നിർവചനത്തിൽ വരുന്നത്. ഇവിടെ രേഖ എന്നതിൽ പേപ്പറിൽ എഴുതിയ രേഖ തന്നെയാകണമെന്നില്ല. ഇലക്ട്രോണിക് രൂപത്തിലുള്ളതും മറ്റ് പലതരം വസ്തുക്കളിൽ രേഖപ്പെടുത്തുന്ന രേഖകളും വരും. തുകൽ വസ്തുക്കളിൽ എഴുതിയ രേഖകളും കരണമായി തന്നെ കണക്കാക്കും. അവിടെ എനി റൈറ്റ് ഓർ ലയബിലിറ്റി ഈസ് ക്രിയേറ്റഡ്, ട്രാൻസ്ഫേർഡ്, ലിമിറ്റഡ്, എക്സ്റ്റെൻഡഡ്, എക്സ്റ്റിങ്ക്വിഷ്ഡ് ഓർ റെക്കോർഡഡ് ആണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റാമ്പ് ഡ്യൂട്ടി വേണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു രേഖ തയ്യാറാക്കുമ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടി നൽകാതിരിക്കുന്നത് ക്രിമിനൽ കുറ്റമായാണ് നിയമം കാണുന്നത്. നമുക്കറിയാം, എല്ലാത്തരം ടാക്സ് ഇവേഷനും കുറ്റകരമാണ്. എന്നാൽ ടാക്സ് പ്ലാനിംഗ് കുറ്റമല്ല. ഇവിടെ ടാക്സ് പ്ലാനിംഗ് നടക്കില്ല. സ്റ്റാമ്പ് ഡ്യൂട്ടി ഒടുക്കാത്തത് ഇവേഷനാണ്, ടാക്സ് ഇവേഷൻ. അതുകൊണ്ട് ഇവിടെ സ്റ്റാമ്പ് ഡ്യൂട്ടി ഇവേഡ് ചെയ്യുന്നത് കുറ്റമാണ്. സ്റ്റാമ്പ് ആക്ടിൻ്റെ സെക്ഷൻ 60 മുതൽ 67 വരെ പറയുന്നത് സ്റ്റാമ്പുമായി ബന്ധപ്പെട്ട കുറ്റങ്ങളും ശിക്ഷകളുമാണ്. ഇവിടെ ചെറിയ ശിക്ഷ മാത്രമാണ് പറയുന്നത്. എന്നാൽ ഇത്തരം കുറ്റങ്ങൾ ശിക്ഷാ നിയമമായ ഭാരതീയ ന്യായ സംഹിതയിലെ പ്രൊവിഷൻസ് കൂടി ചേർത്തായിരിക്കും കേസെടുക്കുന്നത്. മജിസ്ട്രേറ്റ് കോടതിയിലായിരിക്കും കേസ് വരുന്നത്. സെക്ഷൻ 28 പറയുന്നത് നമ്മൾ ഒരു കരണം ജനിപ്പിക്കുമ്പോൾ അതിലെ പൂർണ്ണമായ എല്ലാ വസ്തുതകളും അതിൽ ചേർത്തിരിക്കണം. കൂടാതെ ആ കരണത്തിനടിസ്ഥാനമായ ട്രാൻസാക്ഷനിലെ മുഴുവൻ പ്രതിഫല തുകയും കരണത്തിൽ രേഖപ്പെടുത്തിയിരിക്കണം എന്നുമാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ശരിയായ സ്റ്റാമ്പ് ഡ്യൂട്ടി തിട്ടപ്പെടുത്താൻ കഴിയാതെ വരും. ചില സന്ദർഭങ്ങളിൽ സ്ഥലത്തുള്ള വീട് വിലയാധാരത്തിൽ ചേർക്കാതിരിക്കും. അത് പിന്നീട് പഞ്ചായത്തിൽ പ്രോപ്പർട്ടി ടാക്സിന് പോകുമ്പോൾ പ്രശ്നമാകും. അങ്ങനെ വിലയാധാരത്തിൽ കാണിക്കാതെ കൈമാറിയ കെട്ടിടം പിന്നീട് പേരിൽ ചേർക്കുന്നതിന് കെട്ടിടത്തിൻ്റെ വിലയ്ക്ക് ആനുപാതികമായ സ്റ്റാമ്പ് ഡ്യൂട്ടിയും 5000 രൂപ പെനാൽറ്റിയുമൊക്കെ ഒടുക്കേണ്ടി വരും. ചില പഞ്ചായത്ത് സെക്രട്ടറിമാർ സ്ഥലത്ത് വീടുണ്ട് എന്ന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറിൽ നിന്നും വാങ്ങി നൽകാൻ ആവശ്യപ്പെടും. കാരണം റവന്യൂ ഓഫീസറുടെ NOC കിട്ടിയാൽ സെക്രട്ടറിക്ക് മുന്നോട്ട് പോകാം.
പക്ഷേ അങ്ങനെ NOC കൊടുക്കുന്ന റവന്യൂ ഓഫീസർ പിന്നീട് ആ പിഴയടയ്ക്കാൻ ബാധ്യസ്ഥനായി തീരും, സർവീസിൽ നിന്നും പുറത്താക്കുകയും ചെയ്യും. ഇവിടെ സെക്രട്ടറി ഒരു മിസ്റ്റേക്ക് വരുത്തുന്നുണ്ട്, അത് പിന്നീട് പറയാം. പ്രിവെൻഷൻ ഓഫ് അണ്ടർ വാല്യുവേഷൻ ചട്ടം റൂൾ 3(1)(a)യിൽ പറയുന്ന പ്രകാരമുള്ള വിവരങ്ങൾ ഫോറം 1(b)യിൽ ആധാരത്തിനൊപ്പം നൽകേണ്ടതായിരുന്നു. ആര് നൽകേണ്ടതായിരുന്നു? പർച്ചേസർ നൽകേണ്ടതായിരുന്നു. അത് നൽകാതെ കളവായി ആധാരം രജിസ്റ്റർ ചെയ്തതാണ് ഇവിടെ പ്രശ്നമായത്. നിയമം ഇങ്ങനെയൊക്കെയാണെങ്കിലും പൊതുവെ നമ്മൾ എല്ലാവരും വില കുറച്ചു വെച്ച് സ്റ്റാമ്പ് ഡ്യൂട്ടി വെട്ടിക്കാൻ താല്പര്യമുള്ളവരാണ്. അതുകൊണ്ടാണ് 1991 ഫെയർ വാല്യൂ നിശ്ചയിക്കുന്ന ഏർപ്പാട് കൊണ്ടുവന്നത്. സർക്കാർ ഓരോ ഭൂമിയുടെയും ഒരു ബെഞ്ച് മാർക്ക് വില നിശ്ചയിച്ചിരിക്കും. അതിന് താഴെയായി രജിസ്ട്രേഷൻ നടക്കില്ല. അത് കാലാകാലങ്ങളിൽ ആ സ്ഥലത്തെ റവന്യൂ ഡിവിഷണൽ ഓഫീസർ പരിശോധിച്ച് ഫെയർ വാല്യൂ ഫെയർ ആണെന്ന് ഉറപ്പുവരുത്തണം എന്നാണ്. ഇവിടെ സ്റ്റാമ്പ് ഡ്യൂട്ടി വെട്ടിച്ചതായി ഒരു കേസ് വരുന്നത് ആർക്കെതിരെയാണ്? അതിൽ ബാധ്യത വരുന്നത് ആർക്കെതിരെയാണെന്ന് ചോദിച്ചാൽ പർച്ചേസർക്കെതിരെയാണ് ബാധ്യത വരുന്നത്. പർച്ചേസറാണ് മുദ്രവില ഒടുക്കേണ്ടത്. സെല്ലർക്ക് പ്രത്യേകിച്ച് ബാധ്യതയൊന്നും വരില്ല. അണ്ടർ വാല്യൂ വന്നുപോയാൽ അത് അടച്ച് ക്രമപ്പെടുത്തിയാൽ മതി. അണ്ടർ വാല്യുവേഷൻ തുക വേണ്ടെന്ന് വെക്കാനും സർക്കാരിന് കഴിയും. സ്റ്റാമ്പ് ഡ്യൂട്ടി പല വിധത്തിൽ അടയ്ക്കാം. മുദ്രപത്രത്തിൽ രേഖ തയ്യാറാക്കുന്ന രീതിയാണ് പോപ്പുലർ. ഇപ്പോൾ ഈ സ്റ്റാമ്പ് പേപ്പർ ഉപയോഗിക്കാം. അധേസീവ് സ്റ്റാമ്പ്സ് എന്നറിയപ്പെടുന്ന ഒട്ടുമുദ്രകൾ ഉപയോഗിക്കുന്നതാണ് മറ്റൊരു രീതി. ഒട്ടുമുദ്രകൾ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ ക്യാൻസൽ ചെയ്യണം. കോർട്ട് ഫീ സ്റ്റാമ്പ് ഒരു ഒട്ടുമുദ്രയാണ്. എപ്പോഴാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു രേഖ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്താണ് സ്റ്റാമ്പ് ഡ്യൂട്ടി നൽകേണ്ടത്. എക്സിക്യൂട്ട് ചെയ്യുക എന്നാൽ സാക്ഷികളുടെ മുൻപാകെ വെച്ച് തയ്യാറാക്കി സാക്ഷികളും ബന്ധപ്പെട്ട ആൾക്കാരും ചേർന്ന് ഒപ്പിട്ട് പൂർത്തീകരിക്കുന്ന പ്രവൃത്തിയാണ് എക്സിക്യൂഷൻ. രേഖ ഒപ്പിട്ട് പൂർത്തീകരിക്കുന്നത് കൊണ്ടായില്ല, അത് രജിസ്റ്റർ ചെയ്യുകയും വേണം. അങ്ങനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ ഫീസും ഒടുക്കേണ്ടി വരും. ഒപ്പിട്ട ഒരു രേഖ ഒരു മാസത്തിനകം മുദ്ര പതിപ്പിക്കുന്നതിനായി ഹാജരാക്കണം. കുറച്ച് മുദ്രവില ഒടുക്കിയതാണെങ്കിൽ 3 മാസത്തിനകം, ഇന്ത്യക്ക് പുറത്തു വെച്ച് ഒപ്പിട്ടതാണെങ്കിൽ ഇന്ത്യയിലെത്തി 3 മാസത്തിനകം അഡ്ജൂഡിക്കേഷന് രേഖ ഹാജരാക്കണം. കളക്ടർക്കാണ് ഹാജരാക്കേണ്ടത്. അദ്ദേഹം പ്രോപ്പറായ സ്റ്റാമ്പ് ഡ്യൂട്ടി പതിപ്പിച്ചതായി സർട്ടിഫൈ ചെയ്യും. അതിനുള്ള തുക നമ്മൾ തന്നെ നൽകേണ്ടി വരും. ഇതാണ് അഡ്ജൂഡിക്കേഷൻ എന്ന് പറയുന്നത്. പ്രോപ്പറായി സ്റ്റാമ്പ് ഡ്യൂട്ടി ഒടുക്കാത്ത ഒരു രേഖയും തെളിവിൽ സ്വീകരിച്ചുകൂടാ. അങ്ങനെയുള്ള രേഖ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ ആ വിവരം ജില്ലാ രജിസ്ട്രാർക്ക് റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ചെയ്യാതെ റവന്യൂ ഓഫീസറിൽ നിന്നും NOC വാങ്ങിവ എന്ന് പറയുന്നതൊക്കെ നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ്. സെക്ഷൻ 33 പ്രോപ്പറായി സ്റ്റാമ്പ് ഡ്യൂട്ടി ഒടുക്കാത്ത രേഖകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ഇമ്പൗണ്ട് ചെയ്യുമെന്ന് പറയുന്നത്. ഇങ്ങനെ രേഖ ഇമ്പൗണ്ട് ചെയ്യാൻ ഒരു പോലീസ് ഓഫീസറെ അധികാരപ്പെടുത്തിയിട്ടില്ല. പോലീസ് ഓഫീസർ അല്ലാത്ത ഏതൊരു സിവിൽ ഓഫീസർക്കും ജില്ലാ രജിസ്ട്രാർക്ക് വിവരം കൈമാറാം എന്നാണ് നിയമത്തിൽ. അങ്ങനെ വിവരം കൈമാറണമെങ്കിൽ ഏതൊക്കെ ഡോക്യുമെന്റുകൾക്ക് എത്രയൊക്കെ സ്റ്റാമ്പ് ഡ്യൂട്ടി വേണമെന്ന് പബ്ലിക് ഓഫീസർക്ക് അറിയുകയും വേണം. ശരിയല്ലേ? അതിലേക്കാണ് ഇനി പോകുന്നത്. അതിനു മുൻപായി ചില സംശയങ്ങൾ പരിശോധിച്ച് വ്യക്തത വരുത്താനുണ്ട്. ഇവിടെ ചോദിക്കുന്ന കാതലായ ഒരു ചോദ്യമാണ്, സിവിൽ കോടതി വഴി ഒരു ഡിഗ്രി ലഭിക്കുകയും അതുവഴി അവകാശങ്ങൾ കൈവരുകയും ചെയ്യുകയാണ് എങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി വേണമോ എന്നത്. വേണമെന്നാണ് ഉത്തരം. സ്റ്റാമ്പ് ആക്ട് പ്രകാരം സ്റ്റാമ്പ് ഡ്യൂട്ടി ആവശ്യമായ എല്ലാ ഡിഗ്രികൾക്കും സ്റ്റാമ്പ് ഡ്യൂട്ടി വേണം. 2024 P. സോമൻ നാടാർ കേസിലും ഇത് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെ ഒരു പാർട്ടീഷൻ സ്യൂട്ടാണ് ഡിഗ്രി ആയത്. ഇങ്ങനെ ലഭിച്ച ഡിഗ്രി നോൺ ജുഡീഷ്യൽ സ്റ്റാമ്പ് പേപ്പറിലാണ് തയ്യാറാക്കേണ്ടത്. അങ്ങനെ തയ്യാറാക്കുന്ന ഡിഗ്രി സബ് രജിസ്ട്രിയിൽ രജിസ്ട്രേഷന് നൽകുകയും വേണം. സ്റ്റാമ്പ് പേപ്പർ നൽകാൻ തയ്യാറാകാത്ത കേസുകളുടെ ഡിഗ്രി തയ്യാറാക്കാൻ സാധിക്കില്ല. അങ്ങനെ ഡിഗ്രി തയ്യാറാക്കാൻ കഴിയാത്തതിനാൽ അത് നൽകേണ്ടതില്ലെന്നാണ് സിവിൽ റൂൾസ് ഓഫ് പ്രാക്ടീസിൽ പറയുന്നത്. മരണപ്പെട്ട വ്യക്തികളുടെ അനന്തരാവകാശികളെ കണ്ടെത്തുന്ന ലെറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷനും അതുപോലെ തന്നെ പ്രൊബേറ്റും ഇങ്ങനെ സ്റ്റാമ്പ് പേപ്പറിൽ രേഖപ്പെടുത്തേണ്ടതില്ല. വിൽപ്പന കരാറുകൾ കമ്പൽസറിയായി രജിസ്റ്റർ ചെയ്യണം. 200 രൂപ മുദ്രവിലയും അഡ്വാൻസ് അല്ലെങ്കിൽ നിരതദ്രവ്യമായി സ്വീകരിക്കുന്ന തുകയുടെ 2% രജിസ്ട്രേഷൻ ഫീസായി വരും. വിൽപ്പന ആധാരം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടിയായി 100 രൂപയ്ക്ക് 8 രൂപ ക്രമത്തിൽ മുദ്രവില അടയ്ക്കേണ്ടതാണ്. കൂടാതെ 2% രജിസ്ട്രേഷൻ ഫീസും വരും. ഫലത്തിൽ ചെലവ് 10% എന്ന് പറയാം. ഒരു ആധാരം റദ്ദ് ചെയ്യണമെങ്കിൽ ക്യാൻസലേഷൻ ഡീഡ് എഴുതണം.
അതിന് 500 രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടി മതി. രജിസ്ട്രേഷൻ ഫീസ് 210 രൂപയും. ഇനി ഇഷ്ടദാനം എഴുതുമ്പോൾ ഫാമിലി മെമ്പേഴ്സിനാണെങ്കിൽ അല്ലെങ്കിൽ ലീഗൽ എയേഴ്സിനാണെങ്കിൽ 100 രൂപയ്ക്ക് 20 പൈസയുടെ സ്റ്റാമ്പ് ഡ്യൂട്ടിയെ വരൂ. രജിസ്ട്രേഷൻ ഫീസ് 1%. ഇതേ ഇഷ്ടദാനം ഫാമിലി മെമ്പേഴ്സ് അല്ലാത്ത ആളിന് എഴുതിയാൽ വിലയാധാരം പോലെ തന്നെ 100-ന് 8 രൂപയും 2% രജിസ്ട്രേഷൻ ഫീസും വേണ്ടിവരും. ഇഷ്ടദാനം ധനനിശ്ചയമായി എഴുതിയാലും ഇതേ രീതിയിലാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി വരിക. ഇനി പറയുന്നത് സർട്ടിഫിക്കറ്റ് ഓഫ് സെയിലിനെ കുറിച്ചാണ്. സിവിൽ കോടതിയോ റവന്യൂ കോടതിയോ കളക്ടറോ അതുപോലെ ഏതെങ്കിലും റവന്യൂ ഓഫീസറോ നടത്തുന്ന വിൽപ്പനയാണ് സർട്ടിഫിക്കറ്റ് ഓഫ് സെയിൽ. ഇത് സാധാരണയായി പബ്ലിക് ഓപ്ഷനിൽ ലേലം സ്ഥിരപ്പെടുത്തി നൽകുന്ന സർട്ടിഫിക്കറ്റ് ആണ്. അതിൻ്റെ ഒരു കോപ്പി അപ്പോൾ തന്നെ സബ് രജിസ്ട്രിയിലേക്ക് അയക്കും. എന്നാൽ അത് രജിസ്ട്രേഷനെ തടയുന്നില്ല. രജിസ്ട്രേഷൻ കമ്പൽസറിയായി നടത്തുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. പർച്ചേസ് സർട്ടിഫിക്കറ്റ് ഓഫ് സെയിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി ഒടുക്കി രജിസ്റ്റർ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. വിലയാധാരം പോലെ തന്നെ 8% സ്റ്റാമ്പ് ഡ്യൂട്ടിയും 2% രജിസ്ട്രേഷൻ ഫീസും നൽകണം. അഫിഡവിറ്റുകളുടെ കാര്യം കൂടി പറയാം. നമ്മളൊരു പബ്ലിക് അതോറിറ്റി മുമ്പാകെ പറയാനുള്ള വസ്തുതകൾ ശപഥം ചെയ്ത് പറയുന്നതിനാണ് അഫിഡവിറ്റ് എന്ന് പറയുന്നത്. ശപഥം കേട്ട് രേഖപ്പെടുത്താൻ നിയമം അധികാരപ്പെടുത്തിയിട്ടുള്ള നോട്ടറിമാർ, മജിസ്ട്രേറ്റുമാർ, അഭിഭാഷകർ എന്നിവരുടെ മുൻപാകെ ശപഥം ചെയ്ത് വസ്തുതകൾ ഡിക്ലെയർ ചെയ്ത് തയ്യാറാക്കുന്ന രേഖയാണ് അഫിഡവിറ്റ്. സാധാരണഗതിയിൽ ഇതിന് 50 രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടി നൽകിയാൽ മാത്രമേ ഏതെങ്കിലും അധികാരികളുടെ മുൻപിൽ രേഖയായി സമർപ്പിക്കാൻ കഴിയൂ. അതുകൊണ്ട് 50 രൂപ പത്രത്തിലാണ് ഇത് തയ്യാറാക്കുന്നത്. ഇതിൽ ഇളവുള്ളത് ആർക്കൊക്കെയാണെന്ന് നോക്കാം. പ്രതിരോധ സേനയിലെ എൻറോൾമെൻറ്റിനുള്ള അഫിഡവിറ്റിലും ഒരു കോടതിയിൽ കൊടുക്കുന്ന അഫിഡവിറ്റിലും ഓഫീസർ ഓഫ് ദി കോർട്ടിൽ കൊടുക്കുന്ന അഫിഡവിറ്റിലും പെൻഷനോ ചാരിറ്റബിൾ അലവൻസോ വാങ്ങുന്നതിന് നൽകുന്ന അഫിഡവിറ്റിലും 50 രൂപയുടെ സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. റവന്യൂ കോടതികളിലും ട്രൈബ്യൂണലുകളിലും കൊടുക്കുന്ന അഫിഡവിറ്റിലും മൊഴിയിലും സ്റ്റാമ്പ് ഡ്യൂട്ടി ആവശ്യമായി വരുന്നില്ല. മൊഴി കൊടുക്കുന്ന സന്ദർഭങ്ങളിലും സ്റ്റാമ്പ് ഡ്യൂട്ടി വേണ്ട. ഓഫീസർ ഓഫ് ദി കോർട്ട് ആയാലും സ്റ്റാമ്പ് ഡ്യൂട്ടി ഇല്ല. അഭിഭാഷകരെയാണ് ഓഫീസർ ഓഫ് ദി കോർട്ട് എന്ന് പറയുന്നത് എന്നറിയാമല്ലോ. ഇനിയും ഒത്തിരി പറയാനുണ്ട്. ബോണ്ടുകൾ, ലീസ് എഗ്രിമെൻറ്റുകൾ, അഡോപ്ഷൻ ഡീഡുകൾ, ലൈസൻസുകൾ, പവർ ഓഫ് അറ്റോർണി, റിലീസ് ഡീഡ്, അങ്ങനെ. അതെല്ലാം വരും വീഡിയോകളിൽ ചെറിയ സെഗ്മെൻറ്റുകളായി അവതരിപ്പിക്കാം. ഇത്രയും സമയം ക്ഷമയോടെ വീഡിയോ കണ്ടതിന് നന്ദി. മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് സഹായിക്കുമല്ലോ. താങ്ക് യു. ദിസ് ഈസ് ലീഗൽ പ്രിസം, ലോ മേഡീസ്.